ഈ ജാതി മുട്ടുന്യായങ്ങൾ കൊണ്ടൊന്നും കാര്യം നടക്കൂല കേട്ടോ വാസുട്ടിയെ. ഇതൊരു കുടുംബമായിട്ടാണ് കഴിയണെന്നുള്ളൊരു ധാരണ ആദ്യം അനക്ക് വേണോ? എന്താ ഇവ ഈ പറയണ എനിക്ക് മനസ്സിലാവില്ല. എന്താണ് എടാ ചെങ്ങായി, മിക്ക ദിവസവും ഞാൻ പണിക്ക് പോണില്ലേ, അതുകൊണ്ട് കുടുംബം നോക്കണില്ലേ, ഒരു ലേശം കുടിക്കണതാണ് കുഴപ്പം. എടാ ഒരു ഇത്തിരി കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്ഷീണമൊക്കെ ഒന്ന് മാറി ലേശം ഭക്ഷണം കഴിച്ചിട്ട് സുഖമായിട്ട് കടന്നുറങ്ങാം. അതിന് വേണ്ടിയാണ് ഈ കുടിക്കണത്, അല്ലാണ്ട് വീട്ടിൽ തല്ലിട്ട് കുടിക്കണത്. അതെ, ഈ ഇജാതി വർത്താനം പറയരുത് കേട്ടോ. ഈ എന്താണ് ഇന്നലെ അവിടെ കാട്ടിക്കൂട്ടിന്ന് കൃത്യമായിട്ട് അറിയണ ആളാണ് ഞാന്. എന്താ ഞാൻ കാട്ടിയത്? എന്താ കാറ്റ്? ഒന്നാം തന്റെ ആ കോടക്കാറ്റും പാട്ടും ഉണ്ടല്ലോ, അത് ആദ്യം നിർത്തി. കണ്ണും ചവിടും ഇന്നലെ ഉണ്ടായിട്ടില്ല. ആ കുട്ടികളുണ്ട് അവിടെ, ആ ധാരണല്ലേ എനിക്ക്. അത് ശരി, എന്താ മനസ്സിലാക്കണേ? ഈ സാധാരണ കുടിക്കണ മാതിരിയുള്ള കുടിക്കലാണോ ഒന്നല്ല ഉണ്ടായത്? സാധാരണ കുടിക്കണ മാതിരി തന്നെ കുടിച്ച് ലേശം കൂടി പോയി മാത്രം. അത് പറയും. അതിപ്പോ എല്ലാ ദിവസവും ഒരാളവന് കുടിക്കാൻ പറ്റുമോ? കണ്ണീ കണ്ടവന്റെ കള്ളാണെന്ന് കരുതി അവനവന്റെ വയറാണ്. കള്ള് നമ്മക്ക് കുടിക്കാം, നമ്മളെ കള്ള് കുടിക്കാൻ നിൽക്കരുത്. നിനക്ക് അത്രയും കുടിച്ച് മൂത്തെങ്കിൽ നിനക്ക് ഏതെങ്കിലും പീഡിയത്തിനെ കിടക്കായിരുന്നില്ലേ? അല്ലേ, കണ്ണീ കണ്ടവന്റെ വീട്ടിലല്ലേ നീ താമസിക്കണ? അങ്ങനെ ചെല്ലാമോ? അത് പോട്ടെ, അത് കുഴപ്പമില്ല. നമ്മളോട് വെച്ചിട്ടല്ല ഞാൻ പറയണത്. എല്ലാ പരീക്ക വേറെ പെണ്ണുങ്ങളില്ലേ അവിടെ, കുട്ടികളില്ലേ? അതാ ഞാൻ പറഞ്ഞത്. ആ കുട്ടികളില്ലേ, അതിനെ ആലോചിക്കണ്ടേ? ഞാനൊരു കാര്യം അങ്ങനെ കേട്ടെ. എന്താണ്? ഇപ്പൊ ഇന്നലെ കുടിച്ചു വന്നു, ശരിയാണ്. കുടിച്ചു വന്നു, ഓള് വഴക്കുണ്ടാക്കി. ഓള് മാത്രമൊന്നുമല്ല, അമ്മയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വേറൊരാളുടെ വീട്ടിലാണ് കിടക്കണതെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഞാൻ കുടിച്ചു എന്നുള്ളത് പറഞ്ഞിട്ട് ഒന്ന് മിണ്ടാതിരുന്ന എന്താ കുഴപ്പം? എന്താ പറഞ്ഞേ? എന്തേ? ഒരു റെയിലിന്റെ നടുക്ക് കൊണ്ടുപോയിട്ട് ട്രെയിൻ പറഞ്ഞത് കണ്ടിട്ട് അതിന്റെ നടുക്ക് കൊണ്ടുപോയി വണ്ടി എടുത്തിട്ട് വന്ന് ഇടിച്ചപ്പോ അപ്പുറത്തില്ല റെയിൽ, അതേനെ പോയിക്കൂടെ എന്ന് പറയും. എന്ത് ന്യായം എനിക്കുള്ളത്? അത് പോയി തേക്കടാ, നമുക്ക് പോയി തേക്ക്. ഒരു ഉദാഹരണം പറഞ്ഞാലും അറിയില്ല ദജ്ജാലിന്. ഈ ജാതി വർത്താനം കൊണ്ടൊന്നും കാര്യം നടക്കൂല വാസുട്ടിയെ. ഇതാണ് എന്റെ വർത്താനം. അവരെന്തിനാ ചീത്ത പറഞ്ഞത്? അമ്മയും പറഞ്ഞു ഇത്രേ, പിന്നെ പറയൂല എന്നെ. ഇനി അതിലൊന്നും ഇടപെടണ്ട. അതെ, അങ്ങനെ കാണിക്കട്ടെ എന്ന് പറഞ്ഞാൽ പറ്റില്ല. എന്നാലും ഇവന്റെ കോലം എന്താന്ന് പറയാൻ, എനിക്ക് ഇവന്റെ അരയില് ചുറ്റന്റെ മുണ്ടെടുത്ത് തലയില് കെട്ടിയിട്ട് ഇനി അതായിക്കോട്ടെ, അങ്ങനെ ചെയ്തോട്ടെ. കത്തിരിക്കന്റെ അതെ, പറയരുത്. തലയെ കെട്ടിയിട്ട് അങ്ങനെ കെട്ടണമെങ്കിൽ കെട്ടിക്കോട്ടെ, കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് ഓളോട് പറയാണ്, മല്ലികനോട്, എവിടെന്റെ മുണ്ട്, എവിടെ ഉള്ളിയൊക്കെ എടുത്തിട്ടേ, ഉള്ളിയൊക്കെ എടുത്ത. അപ്പൊ ഇത് എന്താ ബഹളച്ചിട്ട് റേസിയെ ഓടി ചെന്ന് കണ്ടപ്പോ ഈ കോലം കണ്ട അപ്പൊ തന്നെ അവളെ അടുക്കളയിലേക്ക് ഓടി പോകുന്നത്. അത് കേട്ടിട്ടാ ഞാൻ ചെന്ന് നോക്കിയത്. അത് വിശ്വസിക്കരുത്. അതാ പറഞ്ഞു ചെങ്ങായി. ഇവെന്താ ചെയ്യണെന്ന് ഇവനക്ക് അറിയണില്ല. ഇവെന്താ ചെയ്യണെന്ന് ഇവനക്ക് അറിയില്ല. ആ നിലക്ക് ഇന്നലെ കുടിച്ചിട്ടുണ്ട്. ഇതൊരു നിയന്ത്രണം വേണ്ടേ? എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടതിനിപ്പോ എന്തപ്പോ ഇതിന്റെ അംഗം ഇപ്പൊ ഇങ്ങനെ പോയാ മതിയോ? ഉണ്ട്, ഐഡിയ ഉണ്ട്. കട്ടക്ക് ഒരു ഐഡിയ ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരും. നിന്റെ ഐഡിയ ഒന്നും ഇവിടെ വേണ്ട. അത്രയും ദാരിദ്ര്യം ഈ ജില്ലയിലായിട്ടില്ല. എല്ലാ ഐഡിയ ഇല്ല, തുരുമ്പ് പിടിച്ചോ. അന്നു പറയാ, എന്താണ് എന്റെ ഐഡിയ? ഇതിന്റെ അപ്പുറത്തെ കുഴപ്പം എന്റെ വീട്ടിൽ നടക്കുന്നുണ്ട്, അറിയോ നിങ്ങക്ക്? എന്താണ്? എനക്ക് ഭാര്യയും കുട്ടികളൊന്നും ഇല്ലല്ലോ. എനക്ക് ഭാര്യയും കുട്ടികളില്ല. വീട്ടിലൊരു ഭാര്യയുണ്ട്. അച്ഛന്റെ ഭാര്യ, എന്റെ അമ്മ. ഈ ജാതി തമാശ ഇജ്ജ് കടയിൽ നിന്ന് പറയരുത് എന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അച്ഛന്റെ ഭാര്യയാണ് ഇത്ര. ഐഡിയ പറഞ്ഞോട്ടാ. എന്താ ഐഡിയ പറയും? ദേശം കുടിച്ച് വീട്ടിൽ പോയാലേ അമ്മ കുഴപ്പത്തോടെ കുഴപ്പം, പൈസ തരുന്നില്ല. ആ കുഴപ്പമെന്ന് പറഞ്ഞാൽ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. ഇജ്ജ് കുടിച്ചായിരുന്നോ? ദേശം കുടിക്കും, എപ്പെങ്കിലും പൈസ കൊടുക്കും വീട്ടില്. കുടിക്കുന്ന കൊടുക്കൂല, പിറ്റേ ദിവസം രാവിലെ കൊടുക്കുമല്ലോ. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, ഈ കുഴപ്പം ഇതൊന്നും നിക്കണല്ല. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മേ വെൽഡിങ് ഗിരീശൻ, വാർപ്പിന്റെ തമ്പാൻ, മുഴുവൻ കൂടിയ നാട്ടിലും വീട്ടിലും എല്ലായിടത്തും കുഴപ്പത്തോടെ കുഴപ്പം. ഞാൻ എന്ത് കുഴപ്പമാക്കുന്നില്ലേ? എപ്പൊക്കെ ദേശം വന്ന് കുടിക്കും. അപ്പൊ ഞാൻ പിറ്റേ ദിവസം രാവിലെ പൈസയും കൊടുക്കുന്നുണ്ട്. അമ്മക്ക് അപ്പൊ തിരുപാടില്ല, ഫ്ലാറ്റായി പോയി, ഒന്നും തിരിയുന്നില്ല. അപ്പൊ പിന്നെ സമാധാനത്തെ മോനെ പോയിക്കോന്ന് പറഞ്ഞ് കുടിച്ചു വന്നാലും വലിയ കുഴപ്പമില്ല. ഇപ്പം ദേശം കുടിച്ചാലും കുഴപ്പമില്ല. ഐഡിയ വേണം. ഇവൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. എന്താണ്? കാരണം ഈ വാസൂട്ടിനൊക്കെയാണെങ്കിൽ മോശക്കാര് നാട്ടിലുണ്ട്. അവന്റെ കൂട്ടുകാരൊക്കെ ഇതിലും അലമ്പാടെന്ന് മല്ലികനെ ബോധ്യപ്പെടുത്തിയാല് ചെറിയൊരു ജാമ്യം കിട്ടുമെന്നാണ് അവൻ ഉദ്ദേശിച്ചത്. മല്ലിക പൊട്ടിയാണ്. അല്ല വാസൂട്ടി, ഇതിലൊരു കഥയുണ്ട്. പണ്ടൊരു കടുത്തുകാരനുണ്ടായി വരിക. ഈ കടുത്തുകാരൻ ഇങ്ങനെ കടുത്തിറക്കാൻ കൊണ്ടുവന്നാല് കടുത്തുകടവിൽ ചേർത്ത് നിർത്തൂല, ഒരു ഇത്തിരി ദൂരെ വഞ്ചി നിർത്തുള്ളൂ. ഇറങ്ങണവരിങ്ങനെ തുണിയും പൊക്കി പിടിച്ച് ഇത്രയും നനഞ്ഞു വേണം നീന്തി പോവാൻ. എന്ത് ചെയ്ത് ഇയാള് കടവിലോട്ട് അടുപ്പിച്ച് നിർത്തൂല. അങ്ങനെ ഇയാള് വയസ്സായി, കടുത്ത് നിർത്താൻ കാലമായപ്പോ മോനോട് പറഞ്ഞ്, ഇനി മോൻ ഈ കടുത്ത് നോക്കി നടത്തണം,
അച്ഛനൊരു ചീത്തപ്പേരുണ്ടാക്കരുതെന്ന് പറഞ്ഞു. ഓ ഓ ഓ അങ്ങനെ മോൻ കടുത്തു തുടങ്ങിയപ്പോ എന്താ ഗോള്, ഇവൻ കൊണ്ടുവന്നിട്ട് അച്ഛൻ നിർത്തണതിനേക്കാണ് ഇത്തിരി കൂടി ദൂരെ നിർത്തുള്ളൂ. അപ്പൊ ഈ പെണ്ണുങ്ങളും എല്ലാവരും ഇങ്ങനെ തുണി മുട്ടുവരെ പൊക്കി നീന്തി പോകാൻ തുടങ്ങി. ഇവനോട് എന്ത് ചെയ്താലും ഇവൻ കരയിൽ അടുപ്പിച്ച് നിർത്തൂല. അപ്പൊ പറഞ്ഞു ഇവൻ എന്ത് വൃത്തി കെട്ടവനാണ്, ഇതിലും നല്ല എത്രയോ മെനയുള്ള ആളായിരുന്നു ഇവന്റെ അച്ഛൻ. മനസ്സിലായ? അങ്ങനെ അച്ഛനൊരു നല്ല പേര് കിട്ടി. അങ്ങനെ അച്ഛന് നല്ല പേര് കിട്ടി. ആ ഒരു കാര്യമാണ് ഇവൻ ഉദ്ദേശിച്ചത്. അത് ശരി. അപ്പൊ അതായത് ഇവനെക്കാളും മോശപ്പെട്ട ആൾക്കാരുണ്ടല്ലോ എന്ന് ധരിപ്പിച്ചാ മതി. അങ്ങനെ ഇവനെ മാത്രം പറയണ്ടാന്ന്. അല്ല അതുകൊണ്ട് ഇപ്പൊ മല്ലികക്ക് എന്താ ഗുണം? മല്ലിക ഗുണമെന്ന് പറഞ്ഞാല് അപ്പൊ പുള്ളീനെ സഹിക്കുക, മറ്റവരൊക്കെ സഹിക്കണില്ല എന്ന് ഒരാശ്വാസം. പിന്നെ എന്തെങ്കിലും പറഞ്ഞ് ബോധ്യപ്പെടുത്തി ശരിയായ പിന്നെ നീ അത് കൂതറ സ്വഭാവം കാണിക്കരുത്. അല്ല അതിനിപ്പോ എന്താ ഇപ്പൊ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുക? നമുക്കൊരു പണി, ഒരു കോംപ്രമൈസ് എന്നുള്ള നിലയിൽ അവിടെ ചെല്ലാം. എന്നിട്ട് ഇവനെ പിണങ്ങണ പോലെ മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും അങ്ങോട്ട് മോശമാക്കിയിട്ട് പറയാം. അത് ഞാനേറ്റ്